ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് 1 കിലോ വേപ്പ് പിണ്ണാക്കും 1 കിലോ കടലപ്പിണ്ണാക്കും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി വേപ്പ് പിണ്ണാക്കും കടലപ്പിണ്ണാക്കൊക്കെ നമുക്കിനി നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ വെച്ച ചെടികൾ ഏകദേശം എല്ലാം തന്നെ പൂത്തു തുടങ്ങി കേട്ടോ, നല്ല രീതിക്ക് പൂത്തു തുടങ്ങി. അപ്പം എനിക്ക് ഇതിന് നല്ല രീതിക്ക് കായ്ഫലമാക്കി എടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ഒരു വളങ്ങളും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച ചെടികൾക്ക് നമ്മൾ വേപ്പ് പിണ്ണാക്ക് നേർപ്പിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഞാൻ സാധാരണഗതിയിൽ ചെയ്യുന്നത്. പിന്നെ പൂക്കളാകാറായ ചെടിക്ക് വേപ്പ് പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടി നേർപ്പിച്ചൊഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പച്ചച്ചാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇപ്രാവശ്യം ഞാൻ പച്ചച്ചാണാൻ അധികം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, അധികമൊന്നുമല്ല, ഒരു പ്രാവശ്യം മാത്രം ശകലം പച്ചച്ചാണാൻ കിട്ടി, അത് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇട്ടേക്കുന്ന കരിയില കമ്പോസ്റ്റും നമ്മുടെ അടുക്കള വേസ്റ്റ് ഞാൻ അടിച്ചു കൊണ്ടുവന്ന് ഒഴിക്കുന്നതും ഒക്കെയാണ് ഞാനിതിന് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി എനിക്ക് ഈ വരുന്നത് നല്ല രീതിക്ക് കായ്ഫലം ഉണ്ടാകാനായിട്ട് ഞാൻ വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കുമാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പം നമ്മുടെ അടുക്കള വേസ്റ്റ് ഞാൻ അന്ന് അടിച്ചു കൊണ്ടുവന്ന് പുളിപ്പിക്കാൻ വെച്ച പാത്രമാണ്. ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഒരു കൈപ്പിടി ഈ പിണ്ണാക്ക്, ഒറ്റ കൈപ്പിടി പിണ്ണാക്ക് ഇടുകയുള്ളൂ കേട്ടോ. ഈ ഒരു കൈപ്പിടി പിണ്ണാക്ക് ഇടുകയാണ്. പിന്നെ ഇത് നേരത്തെ എൻ്റെ വേപ്പ് പിണ്ണാക്ക് ഇരുന്ന ഒരു പാത്രമാണ്. ഇത് വേപ്പ് പിണ്ണാക്കിൻ്റെ ഒരു പാത്രമാണ്. അതിനകത്തോട്ട് ഒരു പിടി വേപ്പ് പിണ്ണാക്കും ഞാനിടും. എന്നിട്ട് ഇത് രണ്ടും ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഞാനിത് രണ്ടും രണ്ട് രീതിക്ക് തന്നെയാണ് വെക്കുന്നത്, രണ്ടായിട്ട് തന്നെ വെക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെച്ച് വേര് പിടിച്ചു വരുന്ന ചെടികൾക്ക് ഞാൻ ഈ വേപ്പ് പിണ്ണാക്ക് മാത്രമേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. ഏകദേശം നല്ല രീതിക്ക് അത് വളർന്നു വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഈ കടലപ്പിണ്ണാക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. ഇനി രണ്ടും കൂടി വേണ്ടതിനാണെങ്കിൽ ഇത് രണ്ടും കൂടി കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്ത് ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമ്മുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ രണ്ടിലും കുറേശ്ശെ ഇട്ടോ കേട്ടോ. ഇട്ടെന്ന് പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല. ശർക്കര, തൈര്, നമ്മൾ തൈര് കഴുകിയ പാത്രം, അല്ല ആ തൈര് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. ഇതിനിപ്പോൾ ഞാൻ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും വന്ന് വേപ്പ് പിണ്ണാക്ക് നാളെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം തന്നെയാണെങ്കിലും നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചീരയ്ക്കൊരു കാര്യം ചെയ്യും കേട്ടോ. ചീരയ്ക്ക് അത് ഞാൻ എടുത്തുകൊണ്ട് വരാം. കടലപ്പിണ്ണാക്ക് ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇട്ട കടലപ്പിണ്ണാക്കാണ് ഈ കടലപ്പിണ്ണാക്ക്. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇട്ട ഈ ഒരു കടലപ്പിണ്ണാക്കാണ്. അപ്പോൾ ഇതിന് പുളിച്ച മണോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ചീരയ്ക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ ചീര ഒരു 3-4 ദിവസം കഴിഞ്ഞ് പറിക്കാനായിട്ട് നമ്മൾ വിളവെടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പം ഞാൻ സാധാരണ ഗോമൂത്രവും പച്ചച്ചാണാനൊക്കെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുത്താണ് ചീര വളർത്തുന്നത്. അപ്പം ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവർ ചെയ്ത് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ചീര നമ്മൾ എന്നാണോ വിളവെടുക്കുന്നത് അതിന് ഒരാഴ്ച മുന്നേ ഇങ്ങനെ ഈ പിണ്ണാക്ക് വെള്ളത്തിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്ക് രാവിലെ വെള്ളത്തിയിട്ട് വൈകുന്നേരമാകുമ്പം ഇതിൻ്റെ തെളിയെടുത്ത് നമ്മുടെ ചീരയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്ത് ചെറിയ ഈ പൊടി പോലെ ഉണ്ടാവും. നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, പെട്ടെന്ന് ഉറുമ്പും വരും കേട്ടോ, ഇങ്ങനെ പുളിപ്പിക്കാതെ ഒഴിച്ചു കൊടുത്താൽ. അപ്പോൾ ചീരയ്ക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ചീര ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ പറിച്ച് നമ്മൾ വിളവെടുത്ത് അതൊന്ന് കറി വെച്ച് നോക്കുക, അതിന് ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ചാണാനും അതുപോലെ തന്നെ ഗോമൂത്രമൊക്കെ തന്നെ ഒഴിച്ച് ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ചീര നമ്മൾ കറി വെക്കുന്നതിനേക്കാളും നമ്മളത് ഇതാക്കുന്നതിനേക്കാളും പാചകം ചെയ്ത് കറിയാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിരിക്കും ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കാതെ ഒഴിച്ചു കൊടുത്താൽ. ഒന്ന് ചെയ്ത് നോക്കൂ, ഇത് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 4-5 പിണ്ണാക്ക് എടുത്തിട്ടുള്ളൂ. ആ പിണ്ണാക്കാണ് ഞാനിങ്ങനെ ഇതാക്കി വെച്ചേക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ
അപ്പം ഇത് ഞാൻ വിചാരിച്ചു ഈ ചീര നമുക്കൊരു അബദ്ധം പറ്റി കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാൻ മിനിഞ്ഞാന്ന്, ഇന്നലെയല്ല അതിൻ്റെ തലേ ദിവസം രാവിലെ നനച്ചില്ല. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ തളർന്ന് ഇങ്ങോട്ട് കിടക്കുക, നിലത്തോട്ട് ഇങ്ങനെ ചാഞ്ഞ് നിലത്ത് തണ്ട് തട്ടി കിടക്കുവാണ്. എന്നിട്ട് നമ്മുടെ ഉള്ള ഇലകൾ മുഴുവൻ ഇങ്ങനെ പൊള്ളിപ്പോയി. ഇത് കണ്ടോ, അതെ പുള്ളിയ കൂട്ടായിപ്പോയി. അപ്പം ഞാനെല്ലാം ഏകദേശം അതെല്ലാം പറിച്ച് മാറ്റിയെങ്കിൽ പോലും അത് അതിൻ്റെ ആ ഒരു വളർച്ച ഒരു സുഖമല്ലാത്ത രീതിക്കായിപ്പോയി. ഇത് കണ്ടോ, നല്ല രീതിക്ക് ശിഖരമൊക്കെ വെച്ച് വന്നതായിരുന്നു. അപ്പം ഇനി ഈ ചീരയ്ക്ക് ഞാൻ ദേ ഈ പിണ്ണാക്ക്, ഈ വെള്ളം ഞാൻ ഒഴിക്കുവാണേ. ഇതൊഴിച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ വിളവെടുക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിന് പെട്ടെന്ന് വളർച്ചയാകും, വിളവെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആകും. അപ്പം ഈ ഒരു ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ചീര ഉണ്ടെങ്കിൽ മൊത്തത്തിലും കൂടി ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കറി വെക്കാനുള്ള ചീരയിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ. വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.